15ാമത് ഇന്തോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി ജപ്പാനിലേക്ക് തിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിൽ ജപ്പാനീസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര പ്രതിരോധ മേഖലകളിൽ സഹകരണത്തിനായുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കും. 2018 ഇന്തോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തുന്നത്. ഈ വർഷം ജൂണിൽ കാനഡയിൽ G7 ഉച്ചകോടിക്കിടെ മോദിയും ഇഷിബയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുക. ഇന്ത്യ ജപ്പാൻ വ്യവസായ പ്രമുഖരുമൊത്തുള്ള ബിസിനസ് ലീഡേഴ്സ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജാപ്പനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകളും പുതിയ സഹകരണ കരാറുകളും ചർച്ച ചെയ്യും. ജാപ്പനീസ് സെമി കണ്ടക്ടർ കമ്പനിയായ ടോക്കിയോ ഇലക്ട്രോൺ ഫാക്ടറിയും ബുള്ളറ്റ് ട്രെയിനിന്റെ കോച്ചുകളുണ്ടാക്കുന്ന പ്ലാന്റും സന്ദർശിക്കും. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനായുള്ള ധാരണയും ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.